പുതിയ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ നേരെ വിട്ടത് പറശ്ശിനിക്കടവിലേക്കാണ്. ഇതങ്ങനെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പൊന്നും ആയിരുന്നില്ല. റാൻഡംലി അമ്മ ചോദിച്ചു നമുക്ക് പറശ്ശിനിക്ക് വിട്ടാലോ എന്ന്. ഞങ്ങൾ മുന്നേ കാറ് വാങ്ങിയപ്പം ആദ്യമായിട്ട് പോയത് പറശ്ശിനിക്കടവിലേക്കായിരുന്നു. അപ്പം ഞാനും വിചാരിച്ചു 2 വർഷത്തോളമായി ഞാൻ പറശ്ശിനിക്കടവ് പോയിട്ട്, അപ്പം ഇപ്രാവശ്യം എന്തായാലും പോയേക്കാന്ന്. അങ്ങനെ കണ്ണൂർ തന്നെയായിരുന്നല്ലോ ഞങ്ങൾ വണ്ടി എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ വലിയ ദൂരമില്ല പറശ്ശിനിക്ക്. അപ്പം ഞങ്ങൾ പറശ്ശിനിക്ക് വന്നു. പറശ്ശിനിക്കടവിനെ കുറിച്ച് പിന്നെ വലിയൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ കണ്ണൂർക്കാരുടെ സ്വന്തം അമ്പലമാണ്. ഇവിടെ അങ്ങനെ ജാതി മത വ്യത്യാസമൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും പോവാം. എല്ലാവരുടെയും സ്വന്തം മുത്തപ്പൻ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ പ്രസാദമാണ് മമ്പയറും ചായയും. ഞങ്ങളൊരു നട്ടുച്ച സമയത്ത് അവിടെ പോയത് കൊണ്ട് തന്നെ അങ്ങനെ തിരുവപ്പനെയൊന്നും ഉണ്ടായിരുന്നില്ല, മുത്തപ്പൻ വെള്ളാട്ടം അതൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ പ്രാർത്ഥിച്ച് പ്രസാദവും കഴിച്ച് അപ്പം തന്നെ തിരിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണൂരിലുള്ള പലർക്കും അറിയായിരിക്കും, അല്ലെങ്കിൽ പറശ്ശിനിക്കടവിലൊക്കെ സ്ഥിരം പോകുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും, ഈ മുത്തപ്പൻ എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്. അത് മാത്രമല്ല ഭയങ്കര ചില്ലുമാണ് കേട്ടോ. ഇനി ഈ മുത്തപ്പനെ അറിയാത്തവർക്കായിട്ട് പറയാണ്, ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് അതൊരു മനുഷ്യനൊന്നുമല്ല കേട്ടോ, ഇതൊരു ദൈവസങ്കല്പം തന്നെയാണ്. ശിവൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരാളായിട്ടാണല്ലോ കൺസിഡർ ചെയ്യുക. അങ്ങനെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങിയ വഴിക്ക് മുത്തപ്പൻ്റെ എന്തെങ്കിലും ഒരു ഫോട്ടോ പോലെ വാങ്ങിച്ചിട്ട് കാറിൽ വെക്കാമെന്നും പറഞ്ഞ് അവിടുന്ന് ഞങ്ങളൊരു ഫോട്ടോവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതും കാറിൽ വെച്ചു. അമ്പലത്തിലേക്ക് പോകുന്ന വഴി ഞങ്ങൾ കോഫി ഹൗസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണൻ പറഞ്ഞു ഇത് നല്ല കോഫി ഹൗസ്, അവൻ ഇവിടുന്ന് കഴിക്കാറുണ്ട് എന്നൊക്കെ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ലഞ്ച് ഇവിടുന്ന് കഴിക്കാമെന്ന്. ഞാനും ഈ 2 അനിയന്മാരും വാങ്ങിച്ചത് ചിക്കൻ ബിരിയാണി ആയിരുന്നു. അമ്മ നെയ്ച്ചോറും ഗോബി മഞ്ചൂരിയനും വാങ്ങിച്ചു. പക്ഷെ ഗോബി മഞ്ചൂരിയൻ ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. നെയ്ച്ചോറ് വാസ് ലൈക്ക് ഓക്കെ. ചിക്കൻ ബിരിയാണി മോശം ഉണ്ടായിരുന്നില്ല. അച്ഛൻ വെജ് മീൽസ് പറഞ്ഞതുകൊണ്ട് അച്ഛൻ വേറെ തന്നെ ഒരു സെഷനിലായിരുന്നു, ഞങ്ങളുടെ കൂടെ ആയിരുന്നില്ല ഇരുന്നിട്ടുണ്ടായിരുന്നത്. കാരണം അത് അവിടെയായിരുന്നു സെർവ് ചെയ്യുന്നുണ്ടായിരുന്നത്. ആൻഡ് ഓൺ ദ വേ ബാക്ക് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ്, ടൗൺ എത്തിയപ്പം കൂത്തുപറമ്പ് എത്തിയപ്പം അവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിലും കയറി സാധനവും വാങ്ങിച്ചിട്ടാണ് തിരിച്ചു വന്നത്. ഓൺ ദ വേ കണ്ണൂരിലൊക്കെ കുറേ വെള്ളം കയറിയ സ്ഥലമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ബട്ട് വലിയ കുഴപ്പമില്ലാണ്ട് ഞങ്ങൾ തിരിച്ച് വീടെത്തി. സോ അത്രയൊക്കെ ഉള്ളൂ.